രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കർണാടകയിൽ ജാതി സർവേ ഇന്ന് ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി സാമൂഹിക വിദ്യാഭ്യാസ ഡാറ്റ ശേഖരിക്കും. 2015 ജാതി സർവേയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുവെന്നാരോപിച്ച് നിരവധി സമുദായങ്ങൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് ജാതി സർവേ നടത്തുന്നത്. അതേസമയം ജാതി സർവേ നടത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സമുദായ നേതാക്കൾക്കും ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് സർവേ നടത്തുക. 420 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇന്നു മുതൽ ഒക്ടോബർ 7 വരെയാണ് സർവേ നടത്തുക. 70 ദശലക്ഷത്തോളം ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കാനാണ് പദ്ധതിയിടുന്നത്. 60 ചോദ്യങ്ങളുള്ള ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ വിവരങ്ങൾ കൈമാറാൻ നിർബന്ധിക്കില്ലെന്നും താൽപ്പര്യമുള്ളവർക്ക് സർവേയുടെ ഭാഗമാകാമെന്നും കമ്മീഷൻ അറിയിച്ചു. 2015 കാന്തരാജ് കമ്മീഷനാണ് ആദ്യ സർവേ നടത്തിയത്. അതിനുശേഷമുള്ള രണ്ടാമത്തെ സാമൂഹ്യ വിദ്യാഭ്യാസ സർവേയാണിത്. കെ ജയപ്രകാശ് ഹെഗ്ഡെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിരിക്കെ കഴിഞ്ഞ വർഷമാണ് ജാതി തിരിച്ചുള്ള പഴയ ജനസംഖ്യാ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് പിന്നാലെയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പുതിയ സർവേ പ്രഖ്യാപിച്ചത്. കർണാടകയിലെ 2 പ്രബല ജാതി ഗ്രൂപ്പുകളായ വൊക്കലിംഗ, വീരശൈവ, ലിംഗായത്ത് വിഭാഗക്കാർ സർവേക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജാതി സെൻസസ് നടത്തിയാൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ മേൽക്കൈ നഷ്ടമാകുമെന്നാണ് ഈ വിഭാഗങ്ങളുടെ പരാതി. BJPയും സർവേക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ജനവിരുദ്ധ സർവേയാണ് നടക്കാൻ പോകുന്നതെന്നും ഹിന്ദുമതത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നും BJP ആരോപിക്കുന്നു. അതേസമയം ജാതി കണക്കെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് സർവേക്ക് വ്യാപ്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നു. ജനങ്ങളുടെ ജാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല, അവരുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ നിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ച് തുല്യ അവസരങ്ങൾ നൽകുന്നതിനാണ് സർവേ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതുകൂടാതെ ഓരോ വീടിനെയും വൈദ്യുതി മീറ്റർ നമ്പർ ഉപയോഗിച്ച് ജിയോ ടാഗ് ചെയ്യാനും ഒരു ഗാർഹിക ID നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. റേഷൻ കാർഡുകളും ആധാർ വിശദാംശങ്ങളും മൊബൈൽ നമ്പറുകളുമായി ബന്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.